ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സദ്യക്ക് ഉണ്ടാക്കുന്ന നല്ലൊരു മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. ആദ്യം വൻപയർ ഒന്ന് കുതിർത്തെടുക്കണം. 1/4 കപ്പ് വൻപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കളറായിട്ടുള്ള നല്ല റെഡ് കളറിലുള്ള വൻപയർ എടുക്കുകയാണെങ്കിൽ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുതിർത്തെടുത്ത ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു മത്തങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വേവിച്ചെടുത്ത വൻപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് നെടുകെ പിളർന്നത്, വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി കുക്കറിനെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതിനു വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ ഇപ്പൊ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഇറക്കി മാറ്റി വെക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 ചുമന്ന മുളക്, ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 6 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോ നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി ഫ്രൈ ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിയിലേക്ക് ചേർത്ത് 15 മിനിറ്റ് എങ്കിലും ഒന്നൊന്ന് കവർ ചെയ്ത് മാറ്റി വെക്കണം. ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കവർ ചെയ്തൊന്ന് മാറ്റി വെക്കുന്നത്. തേങ്ങ ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കിട്ടിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല രുചികരമായ എരിശ്ശേരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്തത് കൂടി ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു മത്തങ്ങ എരിശ്ശേരി റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഈ ഒരു എരിശ്ശേരി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇരിക്കും തോറും ഇതിങ്ങനെ സെറ്റായി വരും കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.